ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു കിടിലൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് മീനൊക്കെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, അതുപോലെ കുക്കിങ്ങിൻ്റെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, വലിയുള്ളി വെച്ച് ചെയ്യരുത്. അതുപോലെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്, കുരുകളൊക്കെ കളഞ്ഞ്. പിന്നെ ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ നമുക്ക് വേണം. പിന്നെ ഇതിനായിട്ട് 2 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ, അതായത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി അതുപോലെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പുളി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഡ്രൈ ആയ പുളി ആയതുകൊണ്ട്. എന്നിട്ട് അതിന് കുരുകളൊന്നും ഇല്ല, ഇതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ല് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുഞ്ഞ് ഇടികല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വരുന്നതുകൊണ്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഒരു 1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ ചേർത്ത് നോക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോവാതിരിക്കുക, ഈ ഒരു അളവ് കറക്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ഇത് മുകളിലായിട്ട് വരും, അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് ഒന്നുകൂടി അങ്ങ് അരച്ചെടുത്താൽ മതി, ഈ ഒരു രീതിക്ക് വരും. അപ്പോൾ നമ്മുടെ കിടിലൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു പുളിരസവും അതുപോലെ തന്നെ നല്ലൊരു എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിലർക്ക് ഉണ്ടാവും മീനില്ലാതെ ചോറ് കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നവർ, അവരൊക്കെ ഈ ഒരു ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.